അസ്സലാമു അലൈക്കും. നമുക്കറിയാം, ഒരു മുസ്ലിം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരിക്കൽ ഒരു തവണയെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യുക എന്നുള്ളതായിരിക്കും. ഹജറുൽ അസ്വദ് ചുംബിക്കാനായിരിക്കും. അള്ളാഹുവിൻ്റെ ഹബീബ് അന്തിയുറങ്ങുന്ന ആ മദീന പള്ളിയിൽ ചെന്നുകൊണ്ട് മുത്തുനബിതങ്ങളോട് ഒന്ന് സലാം ചൊല്ലാനായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കാത്ത കൊതിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് വർഷക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ പുണ്യമാക്കപ്പെട്ട നഗരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ചില ആളുകൾക്ക് അവിടെ വേദനയുണ്ടാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നതിന് മുമ്പ് തന്നെ യാത്രാവേളയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുന്നു. ചിലർ വിമാനത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെടുന്നു. ചിലർ പരിശുദ്ധ ഹറമിലും മദീനയിലും വെച്ചുകൊണ്ട് മരണപ്പെടുന്നു. ചിലർ ഇതെല്ലാം കഴിഞ്ഞ് ഹജ്ജും ഉംറയും സിയാറത്തുമെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ മരണപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാനീ പറയാൻ പോകുന്നത് മുസ്തഫ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ പ്രവാസികളായ ഓരോരുത്തരും, പ്രവാസികളെന്നു മാത്രമല്ല ഇത്തരത്തിൽ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്ന തീർത്ഥാടകർ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ട, എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏതൊരു സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മുസ്തഫയും പരിശുദ്ധ ഹറമിലേക്ക് ഉംറ ചെയ്യാൻ പോയി. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ഉംറ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എത്രത്തോളം സന്തോഷകരമായ ഒരു യാത്രയായിരിക്കും അത്. അതും തൻ്റെ ഭാര്യയും മക്കളുമൊത്തുള്ള ഒരു യാത്ര, അത് വല്ലാത്തൊരു സന്തോഷം പകരുന്ന ഒരു അനുഭവം തന്നെയാണ്. അത്തരത്തിൽ ഭാര്യയും മക്കളുമൊക്കെയായി വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹം ഉംറ ചെയ്യാൻ പോകുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് ഉംറ ചെയ്യാൻ സാധിച്ചില്ല. പകരം അദ്ദേഹത്തിന് ഏതാണ്ട് 1 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 24 മുസ്തഫയും ഭാര്യ മക്കളുമായി ഉംറയ്ക്കായി യാത്ര പുറപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം യാത്ര പുറപ്പെടുന്നതിന് മുമ്പായി ഇദ്ദേഹത്തിൻ്റെ അയൽപ്പക്കത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, ഗൾഫിലുള്ള പ്രവാസിയായിട്ടുള്ള മറ്റൊരു സുഹൃത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായി കുറച്ച് മരുന്നുകൾ ഏൽപ്പിച്ചിരുന്നു. നമുക്കിത് പലരും ചെയ്തു വരാറുണ്ട്. നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പലഹാരങ്ങളും അതോടൊപ്പം മരുന്നുകളും മറ്റുമൊക്കെ അവിടേക്ക് യാത്ര പുറപ്പെടുന്ന ആളുകളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാറുണ്ട്. അത്തരത്തിലായിരുന്നു മുസ്തഫയും തൻ്റെ സുഹൃത്തിൻ്റെ കൈകളിൽ നിന്നും ആ മരുന്നുമായി അതും വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം ഭാര്യ മക്കളുമൊത്ത് ഉംറയ്ക്കായി യാത്ര പുറപ്പെട്ടത്. എന്നാൽ യാത്ര പുറപ്പെട്ട അദ്ദേഹം എയർപോർട്ടിലേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹത്തെ അവിടെയുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടുകയാണ്. നോക്കൂ, ചില ആളുകൾ ഈ ലഹരി മരുന്നുകളും അതോടൊപ്പം രാസലഹരി വസ്തുക്കളും എല്ലാം ഇത്തരത്തിൽ വിമാനങ്ങളിൽ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് അവർ കൊണ്ടുപോകാറുണ്ട്. അത്തരം ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റംസ് പിടികൂടുന്ന ഒരുപാട് വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ മുസ്തഫയെ പിടികൂടിയത് അദ്ദേഹം കൊണ്ടുവന്നത് രാസലഹരിയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ ലഹരി വസ്തുക്കളോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൊടുത്ത് ഏൽപ്പിച്ച കുറച്ച് ഗുളികകൾ, മരുന്നുകൾ മാത്രമാണ്. ഈ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന ന്യൂറോപ്പതിക് വേദന സംഹാരിയായിട്ടുള്ള ഗ്യാബപെൻഡിൻ 180 എന്ന് പറയുന്ന ഗുളികകളാണ് കവറിലാക്കി തൻ്റെ അയൽവാസിയായ സുഹൃത്ത് മുസ്തഫയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. അങ്ങനെ ആ മരുന്നുകളും മറ്റും പിടികൂടിയ സാഹചര്യത്തിൽ ഇവരെ ആ ഒരു ഡ്രഗ് കൺട്രോളർ വിഭാഗത്തിന് ഇവരെ കൈമാറുകയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ. അതിനുശേഷം ഇവർ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അത് വല്ലാത്തൊരു പ്രയാസമുണ്ടാക്കുന്നതായിരുന്നു. ഉടൻ തന്നെ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം ഇവരെ മുസ്തഫയും അതോടൊപ്പം മുസ്തഫയുടെ ഭാര്യ മക്കളെയുമൊക്കെ ജയിലിലേക്ക് മാറ്റുകയാണ്. മുസ്തഫ അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് കൃത്യമായി പറയുന്നുണ്ട്, സർ, അത് രാസലഹരി മരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മയക്കുമരുന്നുകളോ മറ്റൊന്നുമല്ല. ഇതെൻ്റെ നാട്ടിലുള്ള എൻ്റെ അയൽവാസിയായ സുഹൃത്ത് ഇവിടെ ഗൾഫിലുള്ള പ്രവാസിയായിട്ടുള്ള തൻ്റെ സുഹൃത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാനായി തന്നുവിട്ടതാണ് എന്ന് പറഞ്ഞിട്ടും അവർ അത് മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ്. അവസാനം മുസ്തഫയും ആ മുസ്തഫ ആർക്കാണോ മരുന്ന് കൊടുക്കേണ്ടത് ആ സുഹൃത്തിനെയും 2 പേരെയും ജയിലിലേക്ക് മാറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും അതേ ജയിലിലാക്കിയിരുന്നു. മുസ്തഫയുടെ നാട്ടുകാരനും മക്കയിലെ ബിസിനസ്സുകാരനുമായ സുബൈറിൻ്റെ ഇടപെടലിൽ ഭാര്യയും മക്കളെയും ആ ജയിലിലെ 2 ദിവസത്തെ വാസത്തിന് ശേഷം അവിടെയുള്ള അധികൃതർ വിട്ടയച്ചു. പിന്നീട് ഭാര്യയും മക്കളെയും ഒക്കെ നാട്ടിലേക്ക് അയച്ചു. പക്ഷേ മുസ്തഫയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. അദ്ദേഹം 4.5 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം ഈ 4.5 മാസത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി. പക്ഷേ നിയമക്കുരുക്കുകളുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ച് അങ്ങനെ പെട്ടെന്ന് നമുക്കങ്ങനെ എല്ലാം കഴിഞ്ഞിറങ്ങാനാകില്ല. അത്തരത്തിൽ 8 മാസത്തോളം നിയമക്കുരുക്കുകളുമായി ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ആ സഹോദരൻ തിരിച്ചു നാട്ടിലേക്ക് എത്തിയത്. നോക്കൂ, തൻ്റെ ഭാര്യയും മക്കളുമൊത്ത്
ഉംറ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എത്ര സന്തോഷത്തോടു കൂടി പോയ മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യന് ഉംറ ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വരികയും വളരെയധികം സങ്കടമുണ്ടാക്കുന്ന ദുരനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടാവുകയും ചെയ്തു. നോക്കിതൊരു മെസ്സേജായി, അല്ലെങ്കിൽ ഇതൊരു വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട്ടിലുള്ള സുഹൃത്തുക്കൾ, കുടുംബക്കാർ, മറ്റുമൊക്കെ നമ്മുടെ കൈകളിലേക്ക് ചില മരുന്നുകളും സാധനങ്ങളും നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് വേണം നമ്മൾ ആ സാധനങ്ങൾ അവിടേക്ക് എത്തിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കും ഉണ്ടായേക്കാം. നോക്കി, ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത് രാസലഹരികളോ അല്ലെങ്കിൽ മയക്കുമരുന്നോ മറ്റൊന്നുമല്ല, ഒരു രോഗത്തിനുള്ള ഗുളികയാണ്. പക്ഷെ മറ്റു രാജ്യങ്ങളിലുള്ള ചില മരുന്നുകൾ അത് സൗദി അറേബ്യയിൽ നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് പ്രത്യേകമായൊരു ലിസ്റ്റുണ്ട്, ഇന്ന മരുന്നുകൾ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. ഇനി ചില മരുന്നുകൾ നിരോധിച്ചില്ലെങ്കിലും അത് കൊണ്ടുവരുന്നതിന് ഇത്ര കൃത്യമായ അളവുണ്ട്, ഇന്ന അളവിൽ മാത്രമേ ഇത് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ള നിയമം സൗദി അറേബ്യയിലുണ്ട്. അതോടൊപ്പം ചില മരുന്നുകൾ അതാത് രാജ്യത്തുള്ള ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ അവരുടെ കുറിപ്പുകളോ മറ്റുമൊക്കെ കയ്യിലുണ്ടായിരിക്കണം. ഇതൊന്നും അറിയാതെ ഇത്തരം മരുന്നുകൾ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സൂക്ഷിക്കണമെന്നുള്ളതാണ് ഈ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ളൊരു ദുരനുഭവം നമ്മൾ നേരിടേണ്ടി വരും. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. സാറ എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ മനോഹരമായ ഒരു സംഭവത്തെക്കുറിച്ച്. വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ഉംറയ്ക്ക് പോകുന്നത്. എല്ലാവരെയും പോലെ തന്നെ വളരെ കാലമായി അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഉംറയ്ക്ക് പോകണമെന്നുള്ളത്. വളരെയധികം പാവപ്പെട്ട ദരിദ്രയായ ഒരു സ്ത്രീയാണ്. ഇവരുടെ വീടുകളൊക്കെ കാണണം, ഒരു ചെറിയൊരു കൊച്ചു വീടാണ്. എന്നാൽ ആ കൊച്ചു വീട്ടിൽ നിന്നും ആരുടെയും ഒരു സഹായമില്ലാതെ, ഒരു ബന്ധുക്കളുടെയും സഹായമില്ലാതെ, ഒരു പണം പോലും സ്വീകരിക്കാതെ ആ ഉമ്മ തൻ്റെ സ്വന്തം പറമ്പിലെ അവർ നട്ടുവളർത്തി ഉണ്ടാക്കിയ മരവും ചില ആഭരണങ്ങളും വിറ്റുകൊണ്ടാണ് അവർ ഉംറയ്ക്ക് പോയത്. ഒരുപാട് ആളുകൾ പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവർ അത് പണം സ്വീകരിച്ചില്ല. സഹോദരൻ പണം കൊടുത്തപ്പോൾ പോലും അവർ ആദ്യം അത് സ്വീകരിച്ചിരുന്നില്ല. പിന്നീടാണ് അവർ മനസ്സോടുകൂടി ആ പണവും സ്വീകരിക്കുന്നത്. അവരോടൊപ്പം മക്കയിലെത്തിയ കൂടെയുള്ള അധികവും പേരും ജിദ്ദയിലേക്കൊക്കെ പുറപ്പെട്ടു. ഈ സാറ ഉമ്മയുടെ നാട്ടിലുള്ള അവിടെയുള്ള സുഹൃത്തുക്കളും മറ്റുമൊക്കെ ഈ ഉമ്മയെ ജിദ്ദയിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അവരോട് ഉമ്മ പറഞ്ഞ മറുപടി മനോഹരമായിരുന്നു. ഞാൻ വന്നത് ഉംറ ചെയ്യാനാണ്, നല്ലൊരു സൽക്കർമ്മം ചെയ്യാനാണ്, അല്ലാതെ നാട് ചുറ്റിക്കറങ്ങാൻ വന്നതല്ല. നോക്കിത്ര മനോഹരമായ ഒരു മറുപടിയാണത്. പലരും ഇന്ന് ഉംറ ചെയ്യാൻ പോകുന്ന സമയത്ത് കാണാം വീഡിയോ എടുക്കലും സെൽഫി എടുക്കലും അതോടൊപ്പം മറ്റു സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങലുമൊക്കെ. പക്ഷെ അതൊന്നും ചെയ്യാതെ താൻ എന്തിനാണോ വന്നത് ആ സൽക്കർമ്മം പൂർത്തിയാക്കിക്കൊണ്ട് അവർ മനോഹരമായി തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്തു. നമുക്ക് അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ സാധിക്കും. അതിന് ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും, നിങ്ങൾക്ക് ഉറച്ച നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ നിങ്ങൾ ഹജ്ജും ഉംറയും ചെയ്യുക തന്നെ ചെയ്യും. മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ.